ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചക്കയുടെ ഷെയ്ക്കും അതുപോലെ ചിക്കു ഷെയ്ക്കുമാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഷെയ്ക്ക് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് ഈ ചൂട് സമയങ്ങളിലൊക്കെ കുടിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഴഞ്ചക്കയാണ് കേട്ടോ. പഴഞ്ചക്ക കൊണ്ട് അടിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ വരിക്കച്ചക്ക അതുപോലത്തെ ചക്ക കൊണ്ടൊക്കെ അടിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴഞ്ചക്ക ആയതുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതങ്ങനെ ചേർത്ത് കൊടുക്കാം, അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട്. എന്നിട്ട് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനപ്പോൾ ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ പഴഞ്ചക്ക നല്ല മധുരമുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 1/2 കപ്പ് പാലും പിന്നെ ഒരു 1/2 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്ത് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും പിന്നീട് പാലൊഴിച്ചിട്ടാണ് വീണ്ടും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ സ്കിപ്പായതാണ് കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ 1 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ചിക്കു ഷേക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 4 ചിക്കുവാണ് എടുത്തിട്ടുള്ളത്. വീട്ടിലുണ്ടായ ചിക്കുവാണ് കേട്ടോ. എന്നിട്ട് ഇത് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6 ടീസ്പൂണാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒരിക്കലും ഇതിലോട്ട് സ്കിപ്പാക്കരുത് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്ത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കു ഷേക്കും ജാക്ക് ഫ്രൂട്ട് ഷേക്കും ഒക്കെ നല്ലവണ്ണം തണുപ്പിച്ച് കുടിക്കണം കേട്ടോ. അതല്ലെങ്കിൽ നല്ല തണുത്ത പാലൊഴിച്ച് അടിച്ചെടുത്താൽ മതി, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്